ഓരോ ദിവസവും ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നു. എന്നാൽ എത്ര ദിവസം ആ ലിസ്റ്റ് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നലെ എഴുതിയ ടു ഡു ലിസ്റ്റിൽ എത്ര കാര്യങ്ങൾ ടിക്ക് ചെയ്തു? അവസാനമായി ടു ഡു ലിസ്റ്റിലെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ടിക്ക് ചെയ്ത് പൂർത്തിയാക്കിയത് എപ്പോഴാണ്? ചില ആളുകൾക്ക് അത് ലാസ്റ്റ് വീക്ക് ആകാം, ചിലർക്ക് ലാസ്റ്റ് മന്ത്, എന്നാൽ മറ്റു ചിലർക്കോ മേ ബി നെവർ. എല്ലാ ദിവസവും നാം ടു ഡു ലിസ്റ്റ് എഴുതുന്നു. എന്നാൽ 10-8 ദിവസവും നാം എഴുതുന്ന 60% കാര്യങ്ങളും ചെയ്യാനാകാതെ നമ്മുടെ ഒരു ദിവസം അവസാനിക്കുന്നു. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സമയം ലഭിക്കാത്തതിനാലാണോ? അതോ ശരിയായ പ്ലാനിംഗ് ചെയ്യാത്തതിനാലാണോ? പ്രശ്നം സമയത്തിൻ്റെയോ പ്ലാനിങ്ങിൻ്റെയോ ടാസ്കിൻ്റെയോ അല്ല, മറിച്ച് നാം ഓരോ ദിവസവും എഴുതുന്ന ടു ഡു ലിസ്റ്റിന്റെ ഫോർമുലയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ടു ഡു ലിസ്റ്റ് ഫെയിൽ ആകുന്നത്. എന്താണ് ശരിയായ ടു ഡു ലിസ്റ്റ് എഴുതുന്നതിന്റെ ഫോർമുല? എങ്ങനെയാണ് 3 സിമ്പിൾ റൂൾസ് ഉപയോഗിച്ച് ഒരു ദിവസം 80% ടാസ്കുകളും പൂർത്തിയാക്കാൻ സാധിക്കുന്നത്? നിങ്ങളുടെ ടു ഡു ലിസ്റ്റ് എഴുതുന്നതിൽ വരുത്തുന്ന ചെറിയൊരു മാറ്റം കൂടുതൽ പ്രൊഡക്റ്റീവായി ടാസ്കുകൾ പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളും ടു ഡു ലിസ്റ്റ് എഴുതുന്നതിൽ സ്ട്രഗിൾ ചെയ്യാറുണ്ടോ? ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലാക്കുന്നതിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ടു ഡു ലിസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനായി ഇന്ന് നമ്മെ സഹായിക്കുന്ന ഒരു ബുക്കാണ് ഡെയ്മൺ ഹാരിസിന്റെ ടു ഡു ലിസ്റ്റ് ഫോർമുല. ഓരോ ദിവസവും ചെയ്യേണ്ട വർക്കുകൾ പൂർത്തിയാക്കുക, ഇമെയിൽസിന് മറുപടി നൽകുക, ഹൗസ് ഹോൾഡ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, പേഴ്സണൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. ചില ആളുകൾക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഓർമ്മിച്ച് ചെയ്യാൻ സാധിക്കും. എന്നാൽ ചില സമ്മർദ്ദങ്ങളിൽ ഉൾപ്പെട്ട് ഒരു ദിവസം ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ മറന്നു പോവുക എന്നത് സ്വാഭാവികമാണ്. ഇതിന് ടു ഡു ലിസ്റ്റ് നമ്മളെ സഹായിക്കുന്നു. എന്നാൽ നാം ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് വേണമെന്ന് തോന്നുന്ന മൈൻഡിലുള്ള A to Z കാര്യങ്ങൾ നാം ടു ഡു ലിസ്റ്റിൽ എഴുതി വെക്കുന്നു. ഒരാഴ്ചയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ദിവസത്തെ ലിസ്റ്റിൽ നാം ഉൾപ്പെടുത്തും. ദിവസങ്ങൾ കടന്നു പോകും തോറും ലിസ്റ്റിന്റെ നീളം കൂടി വരും. ഇത് പലപ്പോഴും ആളുകളെ സ്ട്രെസ് ആക്കും. പലപ്പോഴും ടു ഡു ലിസ്റ്റ് എഴുതുന്നത് തന്നെ ആളുകൾ സ്റ്റോപ്പ് ചെയ്യും. ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ എന്തിനാണ് ഇത് എഴുതുന്നത്? ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും എന്തിനാണ് ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ ചെയ്തു തീർക്കാനെന്ന് ആളുകൾ പറയാറുണ്ട്. എന്നാൽ നമ്മുടെ മൈൻഡിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒന്നല്ല ടു ഡു ലിസ്റ്റ്. ടു ഡു ലിസ്റ്റിന്റെ പ്രധാന പർപ്പസ് എന്നത് നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങളിൽ, വർക്കിലും പ്രോജക്റ്റുകളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതിന്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ഹൈലൈറ്റ് ചെയ്യുക എന്നതാണ്. മൈൻഡിലുള്ള കാര്യങ്ങൾ പേപ്പറിലേക്ക് എഴുതുന്നതിലൂടെ ഈ ലിസ്റ്റിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതിനും അത് എപ്പോൾ പൂർത്തിയാക്കണം, അതിനനുസരിച്ച് ജോലികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാനും നമ്മുടെ ഒരു ദിവസം ഓർഗനൈസ് ചെയ്യുന്നതിനും കഴിയുന്നു. എന്നാൽ പലപ്പോഴും മൈൻഡിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള ഒരു ലിസ്റ്റാണ് ഇതെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. ഇതാണ് പലപ്പോഴും നമ്മുടെ ടു ഡു ലിസ്റ്റ് ഫെയിൽ ആകുന്നതിനുള്ള കാരണം. ടു ഡു ലിസ്റ്റ് എന്നത് ഒരു ദിവസം നാം ചെയ്യേണ്ട ശരിയായ കാര്യങ്ങൾ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. നാം യാത്രകൾ പോകുമ്പോൾ വഴി അറിയാൻ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാറുണ്ട്. ഇത് ശരിയായ സ്ഥലത്ത് എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്നു. അതേപോലെ ഒരു ദിവസം ശരിയായ ദിശയിൽ സഞ്ചരിക്കാനും വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒരു രൂപരേഖയാണ് ടു ഡു ലിസ്റ്റ് എന്നത്. ടു ഡു ലിസ്റ്റിന്റെ സൈക്കോളജിയെ കുറിച്ച് നോക്കാം. ഓർഡർ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നത് ബ്രെയിന് വളരെയധികം വർക്ക് ചെയ്യാൻ സഹായിക്കും. ഓരോ ദിവസവും ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് നാം ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റഡീസ് പറയുന്നത് US 76% ആളുകളും അവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ
ടു ഡു ലിസ്റ്റ് ഉപയോഗിക്കുന്നു. ഇതിലൂടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശരിയായി ചെയ്തു തീർക്കാനും മറ്റുള്ളവ ഒഴിവാക്കാനും സഹായിക്കും. വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ ടു ഡു ലിസ്റ്റിൽ എഴുതുമ്പോൾ അത് പ്രൊക്രാസ്റ്റിനേഷന് കാരണമാകും. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും വർക്ക് കാര്യങ്ങളും ഒരേ ലിസ്റ്റിൽ നാം ഉൾപ്പെടുത്തുന്നു. പ്രയോറിറ്റി ഇല്ലാത്ത ധാരാളം ടാസ്കുകൾ ഒരു ലിസ്റ്റിൽ തന്നെ എഴുതുന്നു. ഇത് ആ ഒരു ടു ഡു ലിസ്റ്റിലെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാനാകാതെ പെൻഡിങ് ആകുന്നു. പിന്നീട് അടുത്ത ദിവസം പെൻഡിങ് ആയ ലിസ്റ്റ് അതേപോലെ നെക്സ്റ്റ് പുതിയൊരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു. അത് വീണ്ടും ഫെയിൽ ആകുന്നു. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ടു ഡു ലിസ്റ്റ് ഫെയിൽ ആകുന്നതിൻ്റെ കാരണം. ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ ഒരു ദിവസം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുക. വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പേഴ്സണൽ, ഹൗസ് ഹോൾഡ് ഇത്തരം ടാസ്കുകൾക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇനി എഫക്റ്റീവായ ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഗോൾഡൻ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റൂൾ നമ്പർ 1, ലിസ്റ്റ് പരമാവധി ചുരുക്കുക. 10 മുതൽ 15 വരെയുള്ള ടാസ്കുകൾ എഴുതുന്നതിന് പകരം ഒരു ദിവസം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അർജൻ്റ് ആയിട്ടുള്ള 3-4 ടാസ്കുകൾ മാത്രം ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടാസ്കുകൾ കൊണ്ട് ടു ഡു ലിസ്റ്റ് നിറയ്ക്കുമ്പോൾ ബ്രെയിൻ ഷട്ട് ഡൗൺ ആവുന്നു. റൂൾ നമ്പർ 2, സ്പഷ്ടമായിട്ട് ടാസ്കുകൾ എഴുതുക. റീഡിംഗ്, എഡിറ്റിംഗ് എന്ന് മാത്രം എഴുതാതെ റീഡിംഗ് എന്ന് എഴുതുമ്പോൾ ഏത് ചാപ്റ്റർ, എത്ര പേജ്, സ്റ്റാർട്ട് ടു എൻഡ് ഈ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. വ്യക്തമായി എഴുതുന്നതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ആക്ഷന് സഹായിക്കുന്നത്. റൂൾ നമ്പർ 3, എഴുതുന്നതിന് മുമ്പ് പ്രയോറിറ്റൈസ് ചെയ്യുക. ടോപ്പ് പ്രയോറിറ്റി ഉള്ള ടാസ്കുകൾ ആദ്യം തന്നെ ഉൾപ്പെടുത്തുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ ലിസ്റ്റിൽ അവസാനം ഉൾപ്പെടുത്തുക. എന്നാൽ പലപ്പോഴും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ നാം ആദ്യം ചെയ്യുകയും ടോപ്പ് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യും. ഇതാണ് വർക്ക് പെൻഡിങ് ആകുന്നതിന് കാരണമാകുന്നത്. ഓരോ ടാസ്കിനും ടൈം സ്ലോട്ട് വെച്ച് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. എഡിറ്റിങ്ങിന് 2 മണിക്കൂർ, ഈവനിങ് വോക്കിന് അരമണിക്കൂർ, ഇങ്ങനെ ടൈം ബ്ലോക്ക് അനുസരിച്ച് ടാസ്കുകൾ പൂർത്തിയാക്കുക. ഇതുകൂടാതെ കലണ്ടർ ഉൾപ്പെടുത്തി ടു ഡു ലിസ്റ്റ് ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. എല്ലാ ദിവസവും വൈകിട്ട് ടു ഡു ലിസ്റ്റ് റിവ്യൂ ചെയ്യുക. എന്തൊക്കെ ടാസ്കുകൾ കംപ്ലീറ്റ് ആയി, എന്തൊക്കെ ടാസ്കുകൾ പെൻഡിങ് ആയി, എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പെൻഡിങ് ആയെന്ന് ചെക്ക് ചെയ്യുക. പെൻഡിങ് ആയിട്ടുള്ള ടാസ്കുകൾ നാളെ പുതിയൊരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇത് പെൻഡിങ് ആയെന്നുള്ളതിൻ്റെ റീസൺ കണ്ടെത്തിയതിന് ശേഷം പുതിയ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുക. എല്ലാ ദിവസവും ടു ഡു ലിസ്റ്റ് റിവ്യൂ ചെയ്യുന്നത് ഓരോ ദിവസവും ബെറ്റർ ആയി ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മെ സഹായിക്കും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിന്നും എന്ത് മെത്തേഡാണ് നിങ്ങളുടെ ഈ ഒരു ടു ഡു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നത് കമൻറ്റ് ചെയ്യുക. ഇതുകൂടാതെ മറ്റെന്തെങ്കിലും മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു ടു ഡു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മെത്തേഡ് മറ്റൊരാൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകും.